തരം തിരുവേദം മനസമോദവികാസം. സഭകളുടെ പുനർനിർമ്മാണത്തിനും ഉപദേശങ്ങളുടെ സ്ഥിരീകരണത്തിനും സഹായകരമായ റീബിൽഡ് യുവർ ചർച്ച് എന്ന പഠന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. റോമർ 6:3 സ്നാനം പരിശുദ്ധാത്മ സ്നാനമാണെന്നതിനുള്ള 10 കാരണങ്ങളാണ് ഇന്ന് നാം പഠിക്കുന്നത്. ശ്രദ്ധിച്ചാലും. എല്ലാവർക്കും റീബിൽഡ് യുവർ ചർച്ച് എന്ന ഈ പഠന പരമ്പരയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. റോമാലേഖനം 6-ാം അധ്യായത്തിലെ സ്നാനം ജലസ്നാനമല്ല, ആത്മസ്നാനമാണ് എന്നുള്ളതിനുള്ള 10 കാരണങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുവാൻ പോകുന്നത്. അതിനു മുൻപായി ഈ ആത്മസ്നാനം എന്ന ഈ വിഷയം ഇത്ര വിവാദമാകാനുള്ള കാരണം എന്താണ് എന്ന് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം, ഒരുപക്ഷെ ചിലർക്ക് അറിയില്ല എന്ന് വന്നേക്കാം. പരിശുദ്ധാത്മാവ് ഒരു വിശ്വാസിയിൽ നടത്തുന്ന അതിപ്രധാനമായ 6 പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ആത്മ അച്ചാരം, ആത്മമുദ്ര, ആത്മാദിവാസം, ആത്മസ്നാനം, ആത്മാഭിഷേകം, ആത്മനിറവ് എന്നിവയാണ്. ഈ കാര്യങ്ങൾ അതായത് ആത്മാദിവാസവും ആത്മാഭിഷേകവും ആത്മസ്നാനവും ആത്മനിറവും ഇത് ഒന്നാണെന്നും ഇതിൻ്റെ അടയാളം അന്യഭാഷയാണെന്നുമാണ് പൊതുവെ പെന്തക്കോസ്ത് സഹോദരങ്ങൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്യഭാഷ പറയാത്ത ആൾക്കാർക്ക് ആത്മസ്നാനമോ അഭിഷേകമോ അല്ലെങ്കിൽ ആത്മാവോ ആത്മനിറവോ ഒന്നുമില്ല എന്നാണ് ഈ സഹോദരങ്ങളെ പഠിപ്പിക്കാറുള്ളത്. അപ്പൊ ഇങ്ങനെ അന്യഭാഷയെ ആത്മസ്നാനത്തോട് കൂട്ടിക്കെട്ടാനുള്ള ആ ശ്രമത്തിൽ നിന്നുമാണ് റോമാലേഖനം 6-ാം അധ്യായത്തിലെ സ്നാനം ആത്മസ്നാനമല്ല ജലസ്നാനമാണ് എന്ന് ഈ സഹോദരങ്ങൾ പറയാനുള്ള കാരണം എന്ന് പറയുന്നത്. അപ്പൊ ഈ വിശ്വാസികളെ തമ്മിൽ അകറ്റുവാൻ സാത്താൻ ഉപയോഗിക്കുന്ന ഒരു ശക്തമായ ഒരു ആയുധമാണ് ഉപദേശ വ്യതിചലനങ്ങൾ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദൈവമക്കൾ അന്യോന്യം ആദരിക്കുകയും സ്നേഹിക്കുകയും ആത്മീയ കൂട്ടായ്മകൾ ഒക്കെ അതിൽ മുമ്പോട്ട് പോകേണ്ടതും ആവശ്യമാണ്. പക്ഷെ അതിനെതിരായി തടസ്സം നിൽക്കുന്ന, അതിനെതിരായിട്ടുള്ള ഒരു വലിയ തടസ്സം എന്ന് പറയുന്നത് ഉപദേശത്തിലുള്ള ഈ വ്യതിചലനങ്ങളാണ്. അപ്പൊ ആത്മസ്നാനത്തെക്കുറിച്ച് വളരെ തെറ്റായ അഭിപ്രായങ്ങളാണ് ഈ സഹോദരങ്ങളുടെ മധ്യത്തിലുള്ളത്. ഒന്ന്, അവർ പറയുന്നത് ഇതൊരു 2ാമത്തെ അനുഗ്രഹമാണ്, സെക്കൻഡ് ബ്ലെസ്സിങ് എന്നാണ് പറയുന്നത്. അതിൻ്റെ അടയാളം അന്യഭാഷയാണ്. അപ്പൊ ഇതാദ്യമായി പഠിപ്പിച്ചത് ചാൾസ് പർഹാം എന്ന് പറയുന്ന ഒരു അമേരിക്കക്കാരനായ സായിപ്പാണ്. അദ്ദേഹമാണ് ഇതിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്. അതുപോലെ കത്തോലിക്കരും കരിസ്മാറ്റിക്കാരും ഒക്കെ മാമോദീസ, ആദ്യ കുർബാന, ദിവ്യബലി എന്നിവയുടെ തുടർച്ചയായി അതിൻ്റെ അനുബന്ധമായി ലഭിക്കുന്നതാണ് ഈ ആത്മസ്നാനം അല്ലെങ്കിൽ അന്യഭാഷ എന്നാണ് കരിസ്മാറ്റിക്കാരും മറ്റും പഠിപ്പിക്കുന്നത്. തിരുവെഴുത്ത് എന്താണ് ആത്മസ്നാനം സംബന്ധിച്ച് പഠിപ്പിക്കുന്നത് എന്നാണ് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. ആത്മസ്നാനത്തെക്കുറിച്ച് പുതിയ നിയമത്തിൽ 7 വാക്യങ്ങളാണുള്ളത്. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം, മർക്കോസ് സുവിശേഷം 1:8, ലൂക്കോസ് 3:16, യോഹന്നാൻ 1:33, അപ്പോസ്തലപ്രവൃത്തി 1:5, അതുപോലെ 11-ാമത്തെ വാക്യം. ഇതിൽ ആദ്യത്തെ 4 വാക്യങ്ങൾ യോഹന്നാൻ സ്നാപകനും, അപ്പോസ്തലപ്രവൃത്തി 1:5 യേശു ക്രിസ്തുവും, 11:16 പത്രോസും, 1 കൊരിന്ത്യർ 12-ാം അധ്യായം 13 പൗലോസും പറഞ്ഞതാണ്. ആത്മസ്നാനത്തിന് അന്യഭാഷയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധവുമില്ല എന്നുള്ളതാണ് തിരുവെഴുത്ത് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ 7 വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാലും ആ 7 വാക്യങ്ങളിലും ആത്മാ സ്നാനത്തോടുള്ള ബന്ധത്തിൽ പറയുന്നുവെങ്കിലും അവിടെ അന്യഭാഷ എന്ന ഒരു പദം നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. അപ്പൊ എല്ലാ വിശ്വാസികൾക്കും ആത്മസ്നാനമുണ്ട് എന്നുള്ളതാണ് 1 കൊരിന്ത്യർ 12:13 റോമർ ലേഖനം 6-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ ബൈബിൾ പറയുന്നു എല്ലാ വിശ്വാസികൾക്കും ആത്മസ്നാനമുണ്ട്. എന്നാൽ അത് മാത്രമല്ല 1 കൊരിന്ത്യർ 12:30 വാക്യത്തിൽ എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കുന്നുവോ? ആ ചോദ്യത്തിന് ഉത്തരം ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അന്യഭാഷ എല്ലാവർക്കും ഉണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ അടയാളം അന്യഭാഷയാണ് എന്നും പഠിപ്പിക്കുമ്പോൾ തെറ്റായ നിലയിൽ അന്യഭാഷ പറയുന്ന പ്രവണതയുണ്ടാകാൻ സാധ്യതയേറുന്നു. അതുകൊണ്ടാണ് ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ കേൾക്കുന്ന ഇങ്ങനെയുള്ള അന്യഭാഷകളൊക്കെ കേൾക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അന്യഭാഷയെ ആത്മസ്നാനവുമായി ബന്ധിപ്പിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ നമുക്ക് തിരുവെഴുത്തിലേക്ക് പോകാം. തിരുവെഴുത്തിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് 1 കൊരിന്ത്യർ 12-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിലും റോമാലേഖനം 6-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിലും വളരെ വ്യക്തമായി പറയുന്നു എല്ലാ വിശ്വാസികളും ആത്മസ്നാനം പ്രാപിച്ച വ്യക്തികളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 1 കൊരിന്ത്യർ 12:30 വാക്യവുമായി കണക്ട് ചെയ്യുമ്പോൾ, ബന്ധിപ്പിക്കുമ്പോൾ നമുക്കറിയാം അവിടെ എല്ലാവരും അന്യഭാഷകൾ സംസാരിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ
ഈ ആത്മസ്നാനം എന്ന് പറയുന്നതും അന്യഭാഷ എന്ന് പറയുന്നതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാകുകയാണ്. നമ്മുടെ ഈ വേദഭാഗത്തിലേക്ക് മടങ്ങി വരാം. റോമലേഖനം 6-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റവരായ നാം എന്നുള്ള ആ പ്രയോഗം നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. അവിടെ 6-ന്റെ 3-ാമത്തെ വാക്യത്തിൽ ഈ സ്നാനം എന്ന വാക്ക് എന്താണെന്ന് മനസ്സിലാക്കിയാൽ ഈ ആത്മസ്നാനം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുവാൻ ഇടയാവും. ഈ സ്നാനം എന്ന് പറയുന്നത് മുക്കുക അല്ലെങ്കിൽ നിമജ്ജനം ചെയ്യുക എന്നുള്ള ആ പദമാണ് ഗ്രീക്കിൽ ബാപ്റ്റിസോ എന്ന ആ പദത്തിനുള്ളത്. ഒരു വസ്തുവിനെ ഒരു പുതിയ ചുറ്റുപാടുകളിലേക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഒരു പുതിയ ചുറ്റുപാടുകളിലേക്ക് മാറ്റുന്ന ആ ഒരു പ്രവൃത്തിയാണ് ബാപ്റ്റിസോ അല്ലെങ്കിൽ സ്നാനം എന്നതുകൊണ്ട് പൊതുവെ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ചും തുണി വ്യവസായത്തോടൊക്കെ ബന്ധപ്പെട്ടാണ് ഈ പദം ഈ ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്കറിയാം, വസ്ത്രത്തിന് നിറങ്ങൾ കൊടുക്കുന്ന അല്ലെങ്കിൽ ചായം മുക്കുന്ന ഒരു സംവിധാനമുണ്ട്. ആ ചായക്കൂട്ടിലേക്ക് ഒരു വസ്ത്രത്തെ മുക്കിയെടുക്കുമ്പോൾ അതൊരു പുതിയ നിറമായി മാറുന്നു, പുതിയൊരു അവസ്ഥയിലേക്ക് വരുന്നു. ഇതാണ് ഈ ബാപ്റ്റിസോ എന്ന ആ വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പൊ ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം നമുക്ക് അറിയാം, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലതും പുതുതായി തീർന്നിരിക്കുന്നു. അപ്പൊ ഈ അനുഭവം ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്നത്, ഒരു പാപിയിൽ ഉണ്ടാകുന്നത് അവൻ രക്ഷിക്കപ്പെടുന്ന സമയത്താണ്. അപ്പൊ രക്ഷിക്കപ്പെടുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈ അതായത് ഈ നിറം മാറ്റുവാൻ വേണ്ടി ആ ചായക്കൂട്ടിലേക്ക് ആ വസ്ത്രം ഇടുമ്പോൾ അതിന്റെ നിറം മാറുന്നത് തന്നെ ഒരു വ്യക്തി യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ ആ വ്യക്തിയിൽ ഉണ്ടാകുന്ന രൂപാന്തരത്തെക്കുറിച്ചാണ് 2 കൊരിന്ത്യർ 5:17 നമ്മൾ വായിക്കുന്നത്. അതല്ലാതെ സ്നാനപ്പെടുമ്പോഴാണ് ഈ മാറ്റം ഉണ്ടാകുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി നമുക്ക് റോമലേഖനം 6-ാം അധ്യായം 3-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അവിടെ നമ്മൾ വായിക്കുന്നത്, അല്ല യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനം ഏറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇവിടെ പറയുന്ന ഈ സ്നാനം എന്ന് പറയുന്നത് ഇത് ആത്മസ്നാനമല്ല, ജലസ്നാനമാണ് എന്നാണ് സഹോദരൻ അനിൽ കുടുത്തോട്ടവും മറ്റുള്ള പെന്തുകോസെ സഹോദരങ്ങളും ഒക്കെ പഠിപ്പിക്കുന്നത്. 10 ചോദ്യങ്ങളിലൂടെ നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ള സ്നാനം ആത്മസ്നാനമാണ്, ജലസ്നാനമല്ല എന്നത് തെളിയിക്കാൻ സാധിക്കും. ഞാൻ വളരെ വേഗം ആ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഒന്നാമത്, അതിന്റെ 6-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, പാപസംബന്ധമായി മരിച്ചവരായ നാം എന്ന് നമ്മൾ വായിക്കുന്നു. ഒരു വ്യക്തി, ഒരു വിശ്വാസി പാപസംബന്ധമായി മരിക്കുന്നത് അവർ സ്നാനപ്പെടുന്ന സമയത്താണോ, അവർ രക്ഷിക്കപ്പെടുന്ന സമയത്താണോ? വ്യക്തമായിട്ടും ഒരു വ്യക്തിക്ക് പറയാൻ സാധിക്കും, അവർ ജലസ്നാനം ഏൽക്കുമ്പോഴല്ല, അവർ രക്ഷിക്കപ്പെടുമ്പോഴാണ് പാപസംബന്ധമായി മരിക്കുന്നത്. അങ്ങനെയെങ്കിൽ റോമലേഖനം 6-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുള്ള ഈ സ്നാനം ആത്മസ്നാനമാണ്. 6-ന്റെ 3-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ, അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനം ഏറ്റിരിക്കുന്നു. ഒരു വ്യക്തി, ഒരു വിശ്വാസി യേശുക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളികളാകുന്നത് ഏത് സമയത്താണ്? സ്നാനപ്പെടുമ്പോഴാണോ? അല്ല, അവർ രക്ഷിക്കപ്പെടുന്ന സമയത്താണ്. അങ്ങനെയെങ്കിൽ റോമലേഖനം 6-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുള്ളത് അത് ആത്മസ്നാനമാണ്. ഇനി മറ്റൊരു തെളിവൂടെ നമുക്ക് അതിന്റെ 6-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതിന്റെ 3-ാമത്തെ തെളിവ് അല്ലെങ്കിൽ 3-ാമത്തെ ചോദ്യം ഇതാണ്. അവിടെ നമ്മൾ വായിക്കുന്ന 6-ന്റെ 5 ഇങ്ങനെ വായിക്കുന്നു, ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ച് എഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അപ്പൊ ഇവിടെ പറയുന്ന ഈ ജീവന്റെ പുതുക്കത്തിൽ ഒരു വിശ്വാസി നടക്കുവാൻ ആരംഭിക്കുന്നത് എപ്പോഴാ? സ്നാനപ്പെടുന്ന സമയത്താണോ? അല്ല, അവൻ രക്ഷിക്കപ്പെടുന്ന സമയത്താണ്. ഒരു വിശ്വാസി ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ തുടങ്ങുന്നത് അവൻ രക്ഷിക്കപ്പെടുന്ന സമയത്താണ് എന്നുള്ളത് എത്ര ലളിതമായി ഒരു വ്യക്തിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതല്ലാതെ സ്നാനപ്പെടുന്ന സമയം മുതൽ ജീവന്റെ പുതുക്കത്തിൽ നടക്കാൻ ആരംഭിക്കുന്നു എന്ന് പറയുന്നത് തികച്ചും തെറ്റായ ഒരു ഉപദേശമാണ്. അങ്ങനെയെങ്കിൽ നമുക്കറിയാം, ആത്മസ്നാനമാണ് റോമാലേഖനം 6-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള ഈ സ്നാനം ആത്മസ്നാനമാണ് എന്നതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട തെളിവാണ്, 3-ാമത്തെ തെളിവാണ് നമ്മൾ വായിച്ചത്. 4-ാമത്തെ തെളിവ് 6-ന്റെ 5-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോടെ ഏകീഭവിച്ചവരായെങ്കിൽ. അപ്പൊ യേശുക്രിസ്തുവിന്റെ അല്ലെങ്കിൽ കർത്താവിന്റെ മരണത്തോടെ ഒരു വിശ്വാസി ഏകീഭവിക്കുന്നത് സ്നാനപ്പെടുമ്പോഴാണോ? അല്ല, രക്ഷിക്കപ്പെടുന്ന സമയത്താണ്. അപ്പൊ അങ്ങനെയെങ്കിൽ ഇവിടെ റോമാലേഖനം 6-ാം അധ്യായത്തിൽ പറഞ്ഞത് ആത്മസ്നാനമാണ്. 5-ാമത്തെ ചോദ്യം അല്ലെങ്കിൽ 5-ാമത്തെ തെളിവ് 6-ന്റെ 6-ാമത്തെ വാക്യമാണ്. ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ
പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അപ്പൊ ഈ വാക്യം വായിക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കുന്ന ഒരു വിശ്വാസി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിൽ നീക്കം വരേണ്ടതിന് അവന്റെ പഴയ മനുഷ്യൻ യേശുക്രിസ്തുവിനോട് കൂടെ മരിച്ചു, ക്രൂശിക്കപ്പെട്ടു എന്ന് അറിയുന്നത് സ്നാനപ്പെടുമ്പോഴാണോ? അല്ല, രക്ഷിക്കപ്പെടുന്ന അതേ നിമിഷം മുതലാണ്. അപ്പൊ അങ്ങനെയെങ്കിൽ റോമാലേഖനം 6-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള സ്നാനം ആത്മസ്നാനമാണ്. ഗലാത്യർ 5:24 നോക്കിയേ, ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടെ ക്രൂശിച്ചിരിക്കുന്നു. ഈ ക്രൂശീകരണം ഒരു വിശ്വാസിയിൽ നടക്കുന്നത് എപ്പോഴാ? സ്നാനപ്പെട്ടപ്പോഴല്ല, രക്ഷിക്കപ്പെട്ട ആ സമയത്ത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ പറയുന്ന ഈ സ്നാനം ആത്മസ്നാനമാണ് എന്ന് തെളിയിക്കാൻ നമുക്ക് സാധിക്കും. 5-ാമത്തെ കാര്യമാണ് നമ്മൾ ചിന്തിച്ചത്, കാരണമാണ് ചിന്തിച്ചത്. ഇനി നമുക്ക് 6-ാം വാക്യത്തിന്റെ മറ്റൊരു ഭാഗം കൂടെ നോക്കിയേ. 6-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ 6-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്ത് വായിക്കുന്നത് വിശ്വാസിലെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടത് ഏതു സമയത്താണ് എന്നുള്ളത് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. നമ്മുടെ പഴയ മനുഷ്യൻ അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. ഇതേത് സമയത്താ നമ്മുടെ പഴയ മനുഷ്യൻ യേശുക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടത്? സ്നാനപ്പെട്ട സമയത്താണോ? ഒരിക്കലുമല്ല. അതുപോലെ ഗലാത്യർ 5:24 വാക്യത്തിൽ ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടെ ക്രൂശിച്ചിരിക്കുന്നു എന്ന് നമ്മൾ അവിടെ വായിക്കുന്നു. അത് മാത്രമല്ല, നമ്മൾ പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ എന്ന പാട്ട് പാടാറുണ്ട്. ആ പാട്ട് പാടുന്നത് ഈ സ്നാനപ്പെട്ട ശേഷമാണ്, അല്ല രക്ഷിക്കപ്പെട്ട ആ നിമിഷം മുതലാണ്. 7-ാമത്തെ ന്യായം 6-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യമാണ്. അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, നാം ക്രിസ്തുവിനോട് കൂടെ മരിച്ചു എങ്കിൽ അവനോട് കൂടെ ജീവിക്കും. നാം യേശുക്രിസ്തുവിനോട് കൂടെ മരിച്ചത് ജലസ്നാനം സ്വീകരിച്ച സമയത്താണോ? അല്ല, നാം രക്ഷിക്കപ്പെട്ട സമയത്താണ്. നാം രക്ഷിക്കപ്പെട്ടപ്പോൾ യേശുക്രിസ്തുവിനോട് കൂടെ മരിച്ചു. ഗലാത്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്ന ഒരു വാക്കുണ്ട്. ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. അപ്പൊ അങ്ങനെയെങ്കിൽ ഇവിടെ റോമലേഖനത്തിൽ പറഞ്ഞിട്ടുള്ള സ്നാനം ആത്മസ്നാനമാണ്. 8-ാമത്തെ ന്യായം റോമലേഖനം 6-ാം അധ്യായം 9-ാമത്തെ വാക്യമാണ്. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കയാൽ ഇനി മരിക്കയില്ല, മരണത്തിന് അവന്റെ മേൽ ഇനി കർത്തൃത്വം ഇല്ല. അപ്പൊ ഒരു വിശ്വാസിയെ സംബന്ധിച്ചും മരണത്തിന് ഒരു വിശ്വാസിയുടെ മേൽ കർത്തൃത്വം നഷ്ടപ്പെടുന്നത് സ്നാനപ്പെടുന്ന സമയത്തല്ല, അവൻ രക്ഷിക്കപ്പെടുന്ന ആ സമയം മുതലാണ്. അപ്പൊ രക്ഷിക്കപ്പെടുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഒരു വിശ്വാസി സംഭവിക്കുകയാണ്. ഇനി 6-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം നോക്കി, അവിടെ 9-ാമത്തെ കാരണമായി ന്യായമായി നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്, നമ്മുടെ പഴയ മനുഷ്യൻ അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. ഈ അറിവ്, യേശുക്രിസ്തുവിനോട് കൂടെ ഞാൻ ക്രൂശിക്കപ്പെട്ടു എന്നുള്ള അറിവ് ഒരു വിശ്വാസിക്ക് ലഭിക്കുന്നത് അവർ സ്നാനപ്പെടുമ്പോഴാണോ? അല്ല, അവർ രക്ഷിക്കപ്പെടുന്ന അതേ നിമിഷത്തിലാണ്. അപ്പൊ യേശുക്രിസ്തുവിനെ ഞാൻ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ ഞാൻ യേശുക്രിസ്തുവിനോട് കൂടെ എൻ്റെ പഴയ മനുഷ്യനെ കുഴിച്ചിടുന്നു അല്ലെങ്കിൽ ക്രൂശിക്കപ്പെടുന്നു, ആ ഒരു ബോധ്യം ആ വ്യക്തിക്കുണ്ടാകുന്നു. 10-ാമത്തെ ന്യായം, ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. റോമർ 6:3 സ്നാനം, അത് യേശുക്രിസ്തുവിനോട് ചേരുവാനുള്ള സ്നാനം, അല്ലെങ്കിൽ യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റു എന്ന് വായിക്കുന്നു. അത് ജലസ്നാനമാണ് എങ്കിൽ ഈ റോമൻ കത്തോലിക്കരും ആംഗ്ലിക്കൻകാരും യാക്കോബക്കാരും അതുപോലെ സ്കോട്ടിഷ് ചർച്ച് ഓഫ് ക്രൈസ്റ്റുകാരെ ഇങ്ങനെയുള്ള ഇവരെല്ലാം പഠിപ്പിക്കുന്നത് ഈ പാപമോചനത്തിലുള്ള മാമോദീസ ഒന്ന് മാത്രം, അല്ലെങ്കിൽ സ്നാനം, ഈ ജലസ്നാനത്താൽ മാമോദീസയാൽ പാപമോചനം സാധ്യമാണ് എന്നാണ് പൊതുവെ ഈ കൂട്ടർ പഠിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഉപദേശം ശരിയല്ലേ? ഒരിക്കലും റോമലേഖനം 6-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റവരായ നാം എന്നുള്ള ആ പ്രയോഗം ജലസ്നാനമല്ല, അത് ആത്മസ്നാനം തന്നെയാണ് എന്നുള്ളത് മുൻ പറഞ്ഞ ഈ 10 കാരണങ്ങളാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി എന്താണ് ആത്മസ്നാനം? ആത്മസ്നാനം എന്താണെന്ന് വ്യക്തമായി പറഞ്ഞ 7 വാക്യങ്ങളുണ്ട്. അതിൽ വ്യക്തമായി പറഞ്ഞ ഒരു വാക്യമാണ് 1 കൊരിന്ത്യർ 12-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. അവിടെ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്, യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാർ ഏക ആത്മാവിൽ പാനം ചെയ്തിരിക്കുന്നു. 7 വാക്യങ്ങൾ, അതിൽ 4 വാക്യങ്ങൾ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, 1:5 പ്രവൃത്തി 1:5 യേശുക്രിസ്തു പറഞ്ഞു, 11:16 പത്രോസ് പറഞ്ഞതാണ്. എന്നാൽ അവിടെ എങ്ങും ഈ 6 വാക്യങ്ങളിലും, ആദ്യത്തെ 6 വാക്യങ്ങളിലും ആത്മസ്നാനം എന്താണ് എന്ന് പറഞ്ഞിട്ടില്ല. യോഹന്നാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, എൻ്റെ പിന്നാലെ വരുന്നവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കും. അപ്പോസ്തലപ്രവൃത്തി 1:5 കർത്താവ് പറഞ്ഞു,
ഏറെ നാൾ കഴിയുമ്പേ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവുടെ സ്നാനം ലഭിക്കും. 11:16 പത്രോസ് പറഞ്ഞു, ഈ കൊർന്നൂല്യോസിന്റെ വീട്ടിലെ കൈസരിലെ സംഭവത്തെക്കുറിച്ച് അവിടെ ആ യെരുശലേമിലെ മൂപ്പന്മാരോട് പത്രോസ് അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, അവിടെ ആദിയിൽ എന്ന പോലെ നമ്മുടെ മേലും വന്നു. അതുപോലെ തന്നെ യേശുക്രിസ്തു പറഞ്ഞതുപോലെ തന്നെ ആത്മസ്നാനം നടന്നു എന്നുള്ള ഒരു സൂചന 11:16 പത്രോസ് നൽകുന്നുണ്ട്. ഇതല്ലാതെ ഈ 6 വാക്യങ്ങളിലും യോഹന്നാൻ സ്നാപകനോ യേശുക്രിസ്തുവോ അതുപോലെ പത്രോസ് അപ്പോസ്തലനോ ആത്മസ്നാനം എന്താണെന്ന് പറഞ്ഞിട്ടില്ല. ആത്മസ്നാനം എന്താണെന്ന് പറഞ്ഞത് അപ്പോസ്തലനായ പൗലോസാണ്. അത് റോമർ 6:3 പറഞ്ഞു, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റവരായ നാം. 1 കൊരിന്ത്യർ 12:13 വളരെ വ്യക്തമായി പൗലോസ് പറഞ്ഞു, യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രോ നാം എല്ലാവരും ഏക ശരീരം ആകുമാർ ഏക ആത്മാവിൽ സ്നാനമേറ്റി. ഇത് വളരെ ലളിതമായി പൗലോസ് വിവരിച്ച മറ്റൊരു വേദഭാഗം ഞാൻ വായിക്കുന്നു. എഫെസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന്, അടുത്ത വാക്ക് ഇങ്ങനെയാണ്, ആത്മാവിനാൽ ഒന്നിച്ച് പണിത് വരുന്നു. അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ യേശുക്രിസ്തുവിന്റെ ശരീരമാകുന്ന ആ സഭയോടെ, പെന്തക്കോസ്ത് നാളിൽ രൂപപ്പെട്ട ആ ദൈവസഭയോടെ, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയോടെ രക്ഷിക്കപ്പെടുന്ന ഒരു ദൈവവേദനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം ചേർക്കുന്ന ആ പ്രക്രിയയാണ്, ആ പ്രവൃത്തിയാണ് ആത്മസ്നാനം എന്ന് പറയുന്നത്. ഈ ആശയം, ഈ പ്രസ്താവന മറ്റൊരു ആശയത്തിൽ പറഞ്ഞതാണ്. പുറത്തോട് പുസ്തകം 2:47 നമ്മൾ വായിക്കുന്നത്, രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനംപ്രതി സഭയോടെ ചേർത്തുകൊണ്ടിരുന്നു. അപ്പൊ യേശുക്രിസ്തുവിന്റെ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിലൂടെ ദൈവം കർത്താവ് ആ പ്രവൃത്തി ചെയ്യുന്നു. എൻ്റെ ജീവിതത്തിൽ 1978 സെപ്റ്റംബർ മാസം 26-ാം തീയതി ഒരു വൈകുന്നേരം, ഒരു ശനിയാഴ്ച വൈകിട്ട് 9 മണിക്ക് ഞാൻ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ ആത്മസ്നാനത്താൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ എന്നെ യേശുക്രിസ്തുവിന്റെ ശരീരമാകുന്ന ഈ സാർവത്രിക സഭയുടെ അംഗമാക്കി തീർത്തു. രക്ഷിക്കപ്പെട്ട യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച, പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവകൃപയിലേക്ക് വന്ന യേശു എൻ്റെ രക്ഷിതാവാണ്, എൻ്റെ പാപത്തിന് വേണ്ടി യേശുക്രിസ്തു മരിച്ചു, അങ്ങനെ അനുതാപത്തോടെ ഏറ്റുപറഞ്ഞ ഏതൊരു ദൈവ പൈതലിനും, അത് ഏത് സഭയെന്നൊന്നുമില്ല, നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണോ നിങ്ങൾ ആത്മസ്നാനം പ്രാപിച്ച വ്യക്തിയാണ്. നിങ്ങൾക്ക് ഇല്ലയോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരെ അല്ല. നിങ്ങൾക്ക് ആത്മസ്നാനമില്ല എങ്കിൽ നിങ്ങൾ ദൈവസഭയുടെ അംഗമല്ല. നിങ്ങൾ ഏതെങ്കിലും പ്രാദേശിക സഭയുടെ ഒക്കെ അംഗമാകാം, ബ്രദറൻ സഭയുടെയോ പെന്തിക്കോസ്ത് സഭയുടെയോ അല്ലെങ്കിൽ മർത്തോമ സഭയുടെ ഒക്കെ അംഗമാകാം, അല്ലെങ്കിൽ യാക്കോബ സഭയുടെ അംഗമാകാം. അതുകൊണ്ട് അർത്ഥമായില്ല നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണ് എങ്കിൽ നിങ്ങൾ ആത്മസ്നാനം പ്രാപിച്ച വ്യക്തിയാണ്, ദൈവസഭയുടെ അംഗമായതാണ്. ആത്മസ്നാനത്താൽ ബ്രദർ സഭയുടെ അംഗമോ അല്ലെങ്കിൽ പെന്തിക്കോസ്ത് സഭയുടെ അംഗമാകില്ല. ആത്മസ്നാനത്താൽ ദൈവസഭയുടെ അംഗമായി തീരും. കർത്താവ് പറഞ്ഞല്ലോ മത്തായി സുവിശേഷം 16:18, ഞാൻ എൻ്റെ സഭയെ പണിയും. ആ സഭയുടെ പണി പെന്തിക്കോസ്ത് നാളിൽ തൻ്റെ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിലൂടെ കർത്താവ് ആരംഭിച്ചു. ആ പ്രവൃത്തി ഇന്നും തുടരുന്നു. യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന, പാപങ്ങളെ ഏറ്റുപറയുന്ന ഒരു വ്യക്തിയെ കർത്താവിന്റെ ആത്മാവെ, ദൈവാത്മാവെ, പരിശുദ്ധാത്മാവെ തൻ്റെ ശരീരമാകുന്ന സഭയോട് ചേർക്കുന്നു. ആ പ്രവൃത്തിയാണ് ആത്മസ്നാനം എന്നതുകൊണ്ട് വേദവശവും പഠിപ്പിക്കുന്നത്. അതല്ലാതെ ആത്മസ്നാനത്തെ ഈ അന്യഭാഷയുമായി ബന്ധിപ്പിക്കുന്ന യാതൊരു പഠിപ്പിക്കലും, അങ്ങനെ യാതൊരു വാക്യവും ഈ വേദവശത്തിൽ ആത്മസ്നാനത്തെക്കുറിച്ച് പറഞ്ഞ ഈ 7 വാക്യങ്ങളും നമുക്ക് കാണുവാൻ കഴിയുന്നതില്ല. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളെ ദയവായി ചോദിക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ പഠനം നമ്മുടെയൊക്കെ സഭകളിൽ, നമ്മുടെയൊക്കെ ഉപദേശ വിഷയങ്ങളിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. തെറ്റായ ഉപദേശങ്ങൾ നാം തിരിച്ചറിഞ്ഞ്, അതുമാത്രമല്ല അങ്ങനെയുള്ള സഹോദരങ്ങളോട് സ്നേഹത്തിൻ്റെ ആത്മാവിൽ സത്യം സംസാരിച്ച് അന്യോന്യമുള്ള നല്ലൊരു ആത്മീയ കൂട്ടായ്മയുടെ ബന്ധത്തിൽ മുൻപോട്ട് പോകാൻ ഈ പഠനം, ഈ പരമ്പര നമുക്ക് സഹായകരമായി തീരട്ടെ. എല്ലാവർക്കും ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ഈ ശുശ്രൂഷയോട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കമൻറ്റുകളെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വ്യക്തിപരമായിട്ടും നിങ്ങൾക്ക് ഈ വിഷയം സംബന്ധിച്ചുള്ള സംശയങ്ങൾക്ക് പരിഹാരം നൽകുന്നതായിരിക്കും. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.